അല്ല, അത് പറയട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ വശമാണ്. ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, സുപ്രീം കോടതി വിധി, സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് മാറ്റിയിട്ടില്ല. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ കേസ് പിൻവലിച്ചിട്ടില്ല. പിന്നെ എന്ത് ആത്മാർത്ഥതയാണ് ഗവൺമെന്റിനുള്ളത് ഭക്തജനങ്ങളോട്? ഒരാത്മാർത്ഥതയില്ല. അവർക്ക് കപടതയാണ്. അവർക്ക് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു തന്ത്രമാണിത്. പക്ഷേ NSS നിലപാടെടുത്തു. ഞങ്ങൾക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. അവർക്ക് നിലപാടെടുക്കാം. പക്ഷേ അത് രാഷ്ട്രീയ മാറ്റമായി ആരും കാണണ്ട. കാരണം NSS ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു, ഞങ്ങൾ സമദൂരത്തിലാണ്. ആ സമദൂരം പണ്ട് മുതലേ ഉള്ളതാണ്. ആ സമദൂരം ഇപ്പോഴും നിൽക്കുന്നു എന്നത് അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. UDF അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള പ്രയാസവുമില്ല. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ മതപരമായി ജാതീയമായി ആളുകളെ ഭിന്നിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ നേരത്തെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയാണ് നിന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ തികഞ്ഞ മതേതര നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷവും വേണം, ന്യൂനപക്ഷവും വേണം, എല്ലാ വിഭാഗവും ഞങ്ങളോടൊപ്പം വേണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മതേതര നിലപാടാണ് ഈ കാര്യത്തിൽ എല്ലാം ഉള്ളത്. മനസ്സിലാക്കാനിട്ടാണോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിയാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് NSS ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്? അല്ല, ശബരിമലയുടെ കാര്യത്തിൽ അവർ പണ്ടുപോലെ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിന്റെ ഭാഗമാണ് ഇപ്പോൾ എടുത്ത നിലപാട്. അവർക്കെടുക്കാം. പക്ഷെ രാഷ്ട്രീയമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി വരുന്നതിനെ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ടി വരില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഈ നാമജപ ഘോഷയാത്രയിലെ കേസ് പിൻവലിച്ചില്ല? എന്റെയും ദിവംഗതനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെയും പേരിൽ കേസുണ്ടായിരുന്നു. ഞങ്ങൾ പമ്പയെ സമരം ചെയ്തതിന്റെ പേരിൽ ഞങ്ങളുടെ കേസ് പിൻവലിച്ചില്ല. ഞങ്ങൾ കോടതിയിൽ പോയി. അദ്ദേഹം മരിച്ചിട്ട് പോലും കേസ് പിൻവലിച്ചില്ല. റാന്നി കോടതി ഞങ്ങളുടെ കേസ് തള്ളിക്കളയാണുണ്ടായി. ഞങ്ങൾക്കെതിരായ കേസ് തള്ളിക്കളയുണ്ടായി. അപ്പൊ ശബരിമലയുടെ കാര്യത്തിൽ NSS അവരുടെ നിലപാടെടുത്തതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് അവരുടേതായ നിലപാടെടുക്കാം. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത് സമദൂരം തുടരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ സമദൂരത്തിൽ ശരിദൂരമുണ്ട്. അത് ശരിദൂരം എന്താണെന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് അത് പറഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ സമയമുണ്ടല്ലോ. അങ്ങനെ ആ വെള്ളം അങ്ങ് CPM അങ്ങ് വെച്ചാൽ മതി. ആ വെള്ളം ഇവിടെ വേവത്തില്ല. അല്ല, കഴിഞ്ഞ തവണ അവര് ന്യൂനപക്ഷ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുഴുവൻ പാലസ്തീനു വേണ്ടിയായിരുന്നു. ഇപ്പൊ പാലസ്തീനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എവിടെ നടക്കുന്നത് അതൊക്കെ ഞങ്ങൾ ഈ ഇഷ്യൂ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അത് നടത്തുന്നത്. ന്യൂനപക്ഷ സംഗമം നടത്തുന്നത് അതുകൊണ്ട് അതിനുശേഷമാണ്. അല്ല, അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വിവരമില്ലാത്തവരൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മുഹൂർത്തത്തിൽ ഇതൊക്കെ ഈ കോൺക്ലേവുകൾ എന്തിനാണ് നടത്തുന്നതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട്. ആ വെള്ളമൊന്നും അങ്ങ് വാങ്ങിവെച്ചാൽ മതി. ഇതൊന്നും നടക്കാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇതാണല്ലോ, നിങ്ങളിലൂടെയാണല്ലോ ഞങ്ങളിപ്പോ പറയുന്ന കാര്യങ്ങൾ. വരട്ടെ, അവർക്ക് വരട്ടെ. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ UDF ജനങ്ങളെ ബോധ്യപ്പെടുത്തും, ഒപ്പം തന്നെ സമുദായ സംഘങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ബോധ്യപ്പെടുത്താനായില്ലേ? അത് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ്? ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. UDF എടുത്ത തീരുമാനമാണ്. ഞങ്ങൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഗവൺമെന്റിനോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഗവൺമെന്റ് മറുപടിയില്ല. കാരണം ഗവൺമെന്റ് മറുപടി പറയാൻ കഴിയുന്നില്ല. കേരള മുഖ്യമന്ത്രി പറയട്ടെ, ശബരിമലയിൽ സ്ത്രീകൾ യുവതികൾ കയറുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറയട്ടെ. പറഞ്ഞോ? അവിടെയല്ലേ കാപട്യം? 100 കണക്കിന് പോലീസുകാരെ നിർത്തിക്കൊണ്ട് യുവതികളെ ശബരിമലയിൽ കയറ്റി നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന്റെ സാന്നിധ്യം അപമാനിക്കുകയല്ലേ ചെയ്തത്? അതിന് മറുപടി പറയുന്നില്ലല്ലോ. അപ്പോൾ തന്നെയല്ല 10-9 വർഷമായി യാതൊരു നടപടിയും വികസനവും ശബരിമലയിൽ ഉണ്ടായില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് ഇനി 7 മാസമേ ഉള്ളൂ. അപ്പോഴാണ് ഇപ്പൊ അയ്യപ്പനോട് സ്നേഹം. അവിടെയാണ് അതിന്റെ പൊള്ളത്തരം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള മൌലികമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾ അത് രാഷ്ട്രീയ
മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൂ. നാവെടുത്താൽ എപ്പോഴും വർഗീയത മാത്രം പറയുന്ന ഒരു സമുദായ നേതാവിനെ ഒപ്പം കൊണ്ട് മുഖ്യമന്ത്രി നടക്കുന്നു എന്ന് അങ്ങയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതേ നിലപാട് ആർസിക്കുണ്ടോ? അല്ല, അത് ഓരോ കാര്യത്തിലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. ആ നിലപാടിനോട് യോജിപ്പില്ല. ഒരു കാര്യം നിങ്ങൾ പറയുന്ന കാര്യം എന്നോട് എന്റെ ആയിട്ട് പറയണ്ട. ഒരു കാര്യം കൂടി, ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വി.ഡി. സതീശന്റെ ഔദ്യോഗിക വസതിയിൽ വന്ന് കാത്തിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം അകത്തുണ്ടായിട്ട് പോലും കാണാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഒരു ഔദ്യോഗികമായി ക്ഷണിക്കാൻ വന്ന ഒരു മാന്യത കാട്ടണ്ട. അങ്ങനെയാണോ പെരുമാറുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സമയം എടുക്കാതെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇല്ല, കാണാൻ വേണ്ടി അവിടെ ക്ഷണിക്കാൻ വേണ്ടി പോയി അവിടെ കാത്തിരുന്നു. അദ്ദേഹം അനുവദിച്ചില്ല. അകത്തുണ്ടായിരുന്നു. ഓണാഘോഷ പരിപാടിക്ക് അകത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സമയം എടുക്കാതെ മുൻകൂട്ടി സമയം ചോദിക്കാതെയാണ് പോയതെന്നാണ് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത്. അങ്ങനെ വേണ്ടേ പോവാൻ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റേതായിട്ട് ഒരു മാസമായി പുതിയ അധ്യക്ഷൻ വരുന്നില്ല. പുനഃസംഘടന നീണ്ടുപോവുകയാണ്. എന്താണ് പുനഃസംഘടന എന്നത്തേക്കുണ്ടാവും? DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതൊക്കെ നിങ്ങൾ കാത്തിരുന്ന് കാണുക. അല്ലേ, ശരിയാണ്. കാത്തിരിപ്പ് നീളുകയാണ്. നിങ്ങൾ ഈ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കേണ്ട. അതൊക്കെ ശരിയാവും. പുനഃസംഘടന ഉണ്ടാകുമോ? അതൊക്കെ വരട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. താങ്ക് യു.